12 ലക്ഷം VND ആണ് നമ്മളിവിടെ കൊടുത്തത് കേട്ടോ. ഫ്രഞ്ച് വൈബ് ഉണ്ടാവും, ഫ്രഞ്ച് കിസ് ഒന്നും ഉണ്ടാവില്ല. ഫ്രീ ബീറും കിട്ടും കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഞാൻ അത് കഴിക്കുന്നേ. ഹലോ, വിയറ്റ്നാമിലെ നമ്മുടെ 3ാമത്തെ ദിവസം ദനാങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്നൊരു ഇൻസ്റ്റഗ്രാം വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവാണ്. വെർത്തിറ്റാണോ നോട്ട് വെർത്തിറ്റാണോ എന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. 5 ലക്ഷം VND ആണ് കേട്ടോ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടാക്സി ബനാങ് ഹിൽസിലോട്ട് വന്നേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇന്നലെ ദനാങ്ങിൽ എത്തിട്ടോ. ദനാങ്ങിൽ ഒരു ബീച്ച് സൈഡ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടി. രാവിലെ ഞങ്ങൾ ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബനാങ് ഹിൽസിലോട്ട് പോവുകയാണ്. ഞങ്ങൾ എത്തിട്ടോ. ഏകദേശം 45 to 1 hour എടുത്തു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ ബഗ്ഗിയിൽ കയറി കേട്ടോ ടിക്കറ്റ് കൗണ്ടറിന്റെ അങ്ങോട്ട് പോണത്. അയ്യോ എത്തി, ഇതൊന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അപ്പത്തേക്ക് ഇത് എത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാ. അപ്പൊ ഇവിടെ ടിക്കറ്റ് പ്രൈസ് ഒരാൾക്ക് കാണിക്കുന്നത് 950 VND ആട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പം ഈ ബില്ല് കണ്ടപ്പോൾ മുഖം ഒന്ന് ചെറുതായിട്ട് ചളിങ്ങി. കാരണം എന്താന്ന് വെച്ചാൽ 12 ലക്ഷം VND ആണ് നമ്മളിവിടെ കൊടുത്തത് കേട്ടോ. ഒരാൾക്ക് ഏകദേശം 184 ദിർഹംസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഓൺലൈനിൽ ആദ്യം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്തു, ഇൻക്ലൂഡിങ് ലഞ്ച് എടുത്തു കേട്ടോ. ഇതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. നമ്മളെന്താ പറയുക, നമ്മുടെ വൈൽഡ് വാദി, വീഗാലാൻഡ് ഇതൊക്കെ പോലത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇവിടെ ഒരുക്കി വെച്ച പല ആക്ടിവിറ്റീസ് ആണ്. ഈ മറ്റേ കേബിൾ കാർ റൈഡ്, ബ്രിഡ്ജ്, ഇതൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മളിനി അകത്ത് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല വലിയൊരു കാർഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഗെയിം ഓഫ് തോൺസ് ഒക്കെ കാണുന്ന പോലെ അതിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഇരിപ്പുണ്ട്. എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പറമ്പില്ലേ, കൃഷി ചെയ്യുന്ന ഒരു പറമ്പ്, കുരുമുളകൊക്കെ ഉള്ള ഒരു പറമ്പ്, അതുപോലത്തെ ഒരു പറമ്പിലാണ് ഇമാരി ഒരു കേബിൾ കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേബിൾ കാറിന്റെ ബേസ് സ്റ്റേഷനിൽ എത്തിട്ടോ. ഫൈനലി ഞങ്ങൾ കേബിൾ കാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിട്ടോ. ഫ്രീ ബീറും കിട്ടും കേട്ടോ. ആനന്ദലുബ്ധിക്ക് ഇനി ഇവിടെ എന്ത് വേണം. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യമായിട്ടോ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ കേബിൾ കാറിൽ പോണത്. നമ്മൾ നല്ല ഹൈറ്റിൽ കയറിട്ടോ. താഴ്ച ഈ വെള്ളച്ചാട്ടം പോയി ഒരു പുഴയായി ഒഴുകുന്നത് കാണാം. കുടും വനത്തിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടം കഴിഞ്ഞു, ഇനി വനമാണ്. ഒരു ആട്ടി 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 അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു അബോധാവസ്ഥയിൽ അങ്ങനെ പോവാ. ഇവിടെ ഫുള്ള് കോടാമഞ്ഞിൽ. ഓഹോ കാണുന്നില്ല, ഏഹേ ഒരു വക കാണുന്നില്ല, മൊത്തം മഞ്ഞ. കാർത്തിക് പറയാ സ്വർഗത്തിലെത്തിയിരുന്നു. ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്ഥലം കണ്ടു തുടങ്ങി മോനെ. ബീറിന്റെ പടമാണല്ലോ ദൈവമേ ആദ്യം തന്നെ കാണുന്നത്. എന്റെ കണ്ണിന്റെ ആണോ? അപ്പൊ കേബിൾ കാർ കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന സ്പോട്ടാണ് ഫ്രഞ്ച് വില്ലേജ്. ഇവിടെ ഒരു ഫ്രഞ്ച് വില്ലേജ് സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു ചർച്ച് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ചാർജിങ് പോയിന്റ് ഉണ്ട്, മീറ്റിംഗ് റൂം ഉണ്ട്. ഇനി ഇവിടെ ഗൈഡിന് വേണമെങ്കിൽ ഗൈഡിന്റെ സർവീസ് കിട്ടുന്നുണ്ട്. റോളർ കോസ്റ്റർ, വാട്ടർഫോൾസ്, പിന്നെ ഫാന്റസി പാർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഫ്രഞ്ച് വൈബ് നമുക്ക് ഇവിടെ കിട്ടും. ഫ്രഞ്ച് വൈബ് ഉണ്ടാവും, ഫ്രഞ്ച് കിസ് ഒന്നും ഉണ്ടാവില്ല. വേണേ ഇവിടെ വന്ന ഫ്രഞ്ച് ഫ്രൈസ് എങ്ങാനും വാങ്ങിച്ചിട്ടില്ല. ശരിക്കും ഉണ്ടല്ലോ ഒരു ഹാരി പോട്ടർ മൂവി വൈബ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. മുകളിലോട്ട് കയറി വന്നപ്പോൾ തണുപ്പായതുകൊണ്ട് ആളുകളുടെ ഡ്രസ്സിങ്ങിലും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ആംബിയൻസും ഈ ഒരു ആർക്കിടെക്ചറൽ ഭംഗിയും ഈ ഒരു മിസ്റ്റും ആളുകൾ കോട്ടുവിട്ട് പോകുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മൾ യൂറോപ്പിലെത്തിയ പോലെ തോന്നുന്നുണ്ടല്ലേ. ഒരു ലോ ബഡ്ജറ്റ് യൂറോപ്യൻ വൈബിന് പറ്റിയൊരു സ്പോട്ടാട്ടോ ഇത്. ചെടികളുടെയും പൂക്കളുടെയും കളർ അടക്കം അതേപോലെ. ഇവരുടെ ഈ ഐഡിയ നല്ലതാട്ടോ. നമുക്ക് താഴേന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ ഫ്രീ ആയിട്ട് ഒരു 2 ബീറിനുള്ള കൂപ്പൺ കിട്ടി.
അപ്പം ഈ ബിയർ വെച്ചേക്കുന്ന സ്ഥലം ഒരു എഡ്ജിലുള്ള ഒരു മൂലയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ വരുന്ന വഴിയിലുള്ള കടകളും സാധനങ്ങളും എല്ലാം നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ ഫുള്ള് ബിയറുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങളാട്ടോ. ഇതിനൊരു ബിയർ പാർക്ക് എന്ന് നമുക്ക് പേരിടേണ്ടി വരും. ആ സ്ഥലത്ത് ഒരു ആൾക്കൂട്ടം കണ്ടോ നിങ്ങൾ? ആ കൂപ്പൺ റെഡീം ചെയ്യാൻ പോയതാണ്. അമ്മാര് ഡാൻസ് കളിച്ച് പട്ടിയായി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങള് ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പോവുക, ഫുഡ് കഴിക്കണം. നമ്മുടെ കണ്ണടിച്ചു പോയതാണോ അതോ ഇവിടെ മൊത്തം പുക കയറിയതാണോ എന്ന് അറിയത്തില്ല. ആകെ ഒരു പുക മയം. ഞങ്ങൾ അങ്ങനെ നടന്ന് തപ്പി കണ്ടുപിടിച്ചു ഞങ്ങളുടെ റെസ്റ്റോറന്റ്. ഇതിന്റെ പേര് കുറച്ച് ട്രിക്കിയാണ്, ഞാൻ പേര് പറഞ്ഞുതരാം. അങ്ങനെ ഹോട്ട് പോട്ടിൽ എത്തിയിട്ടോ. എല്ലാം പച്ചയായ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പച്ചയായിട്ട് ഞാൻ സംസാരിക്കുന്നത് പോലെ പച്ചയായിട്ട് എല്ലാം വെച്ചേക്കുവാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. പച്ചയായ ജീവിതങ്ങൾ കാണിക്കുന്നു. പച്ചയായ ജീവിതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോട്ട് പോട്ട് റെഡി ആയിട്ടുണ്ട്, നമ്മളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അധികം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇറച്ചി, മീന്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം എടുത്തു. ഇത് 2 സ്പൈസി, ഇത് നോൺ സ്പൈസി. അപ്പൊ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ട് കഴിക്കും. ഈ സോസിൽ എല്ലാ ചെമ്മീനും വേവട്ടെ. മീറ്റ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. നൂഡിൽസ് ഇടട്ടെ? ഓക്കെ. ഒരു പാത്രം പിടയ്ക്കുന്ന ഒച്ചുണ്ട്. നമ്മളതിനെ ഈ ചൂട് സ്പൈസി ഇതിലോട്ട് ഇട്ടു. ഓ മൈ ഗോഡ്, അതൊരു സേഫ് ലാൻഡിങ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു ഗമണ്ടൻ ഒച്ചിനെ എടുത്ത് കഴിക്കാൻ പോവാണ്. അയ്യോ, ഇത്രയും വലിയ ഷെല്ലിനകത്ത് ഒരു ചെറിയ സാധനം ഉള്ളൂ. ആദ്യമായിട്ടാട്ടോ ഞാൻ അത് കഴിക്കുന്നേ. കല്ലുമ്മക്കായൊക്കെ ഇല്ലേ, അതുപോലെ ഉള്ളൂ. ആ മാടപ്പെട്ടി തുറന്നിരിപ്പുണ്ട്, നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം. അയ്യോടാ, ഇത്തിരി ഉള്ളൂ. എല്ലാം മെറ്റേൻ്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളൊന്നും ഇത്രയും നാൾ ഇതൊന്നും കഴിക്കാണ്ടിരുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഇനി ഇതൊക്കെ പൊളിച്ച് കഴിക്കാൻ കുറച്ച് നേരം എടുക്കും. തണുത്തിട്ട് കേട്ടോ. ഞങ്ങളിത് ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട സ്പോട്ടും കൂടിയാണ് ഈ ഒരു ഇതിൽ കവർ ചെയ്യാനുള്ളത്. ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ്റെ പോലെ സ്പീഡ് മുന്നോട്ട് നടന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. 5 മണിക്ക് ഇവിടെ ക്ലോസിംഗ് ആണ്. അപ്പം നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകണമെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് കേബിൾ കാർ കയറണം. കേബിൾ കാർ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേര് ഓടി കൂട്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി ഇൻസ്റ്റഗ്രാം അടക്കി വാഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജ്. ഒരുപാട് വേറെയും ഇങ്ങനത്തെ സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യ്, കാല്, ഇവർക്ക് കയ്യിലെന്തോ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും കൈകൾ അറിയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വൈൻസെല്ലാർ തേടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലത്തെ അബാൻഡൻഡ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. ഇവിടെ ഒരു ഫ്ലവർ ഗാർഡൻ കൂടെ ഉണ്ട്. അത് രണ്ടും നമുക്ക് പിടിക്കണം. നമ്മുടെ ടൈം ഏകദേശം അതിക്രമിച്ചു. ഇതിന്റെ എൻട്രൻസ് നോക്ക്, ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ.
ഞങ്ങളങ്ങനെ വൈൻ സെല്ലാറിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഡ്രീമി വൈൻ സെല്ലാറ്. നമ്മളിപ്പോൾ കയറി പോകുന്ന വൈൻ സെല്ലാറ് ഫ്രഞ്ചുകാർ വന്നുണ്ടാക്കിയ വൈൻ സെല്ലാറാട്ടോ. ഏകദേശം ഒരു 100 മീറ്റർ താഴ്ചയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു വൈൻ സെല്ലാറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 16-20 ഡിഗ്രി ടെമ്പറേച്ചർ. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ഇതിന്. 1923 ഇത് പണിതത്. ഇപ്പം 2024, ഏകദേശം 100 വർഷം കഴിഞ്ഞു. 100 വർഷം പഴക്കമുള്ള വൈൻ സെല്ലാറിലേക്ക് 100 മീറ്റർ താഴത്തിൽ പടുന്ന വൈൻ സെല്ലാറിലേക്ക് 100 ഓടി പോവാണ്. അങ്ങനെ വിയറ്റ്നാമിലുള്ള ഒരു ഫ്രഞ്ചുകാർ നിർമ്മിച്ച വൈൻ സെല്ലാറിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രൂപഭാവങ്ങളെല്ലാം ഒരു ഫ്രഞ്ച് ഡിസൈനാണ്. നമുക്ക് ഈ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോംപ്ലിമെൻ്ററി ടിക്കറ്റ് ആട്ടോ ഈ വൈൻ സെല്ലാറിലേക്കുള്ള എൻട്രിയും വൈൻ ടേസ്റ്റിങ്ങും. അത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് പ്ലസ് ബുഫേയും കൂടെ എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി വൈൻ സെല്ലാർ ടൂറും ഒരു ടേസ്റ്റിങ്ങും കിട്ടിയത്. അങ്ങനെ ആ മരവാതിൽ തുറന്നൊരു കടവാവൽ ഇറങ്ങി വരികയാണ്. ഞങ്ങൾ ഇവിടെ ആയിട്ട് വൈൻ ടേസ്റ്റിംഗ് നടത്തുന്നത്. ഈ വൈൻ ടേസ്റ്റിങ്ങിൽ നമുക്ക് 3-4 തരത്തിലുള്ള സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇതിൽ വിത്ത് ആൽക്കഹോൾ, വിത്തൗട്ട് ആൽക്കഹോൾ, പിന്നെ ആൽക്കഹോളിൽ റെഡ്, വൈറ്റ്, ഡ്രൈ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പം ആൽക്കഹോൾ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പഴച്ചാറ് കുടിക്കാം. അങ്ങനെ ഞങ്ങൾ വൈൻ സെല്ലാറിൽ കയറി പഴച്ചാറൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. അതും കൂടെ ഒന്ന് കുറച്ചും കൂടെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ ഡാൻസ് കളിക്കുന്ന ഒരു ചേച്ചിയൊക്കെ, ഡാൻസ് കളിക്കുന്ന ഒരു ഡോൾ ഉണ്ട് കേട്ടോ. അങ്ങനെ വിയറ്റ്നാമിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബനാ ഹിൽസിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഞാൻ ഇങ്ങോട്ട് കയറി പോന്നപ്പോൾ പറഞ്ഞായിരുന്നു ബനാ ഹിൽസും ഈ ഗോൾഡൻ ബ്രിഡ്ജൊക്കെ ഇൻസ്റ്റഗ്രാം വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ വൈബൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ബനാ ഹിൽസ്. അപ്പം ഇവിടെ വരണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങോട്ട് വരുമ്പോൾ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയ ഒരു സ്ഥലമാണ് ബനാ ഹിൽസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്രഞ്ച് വില്ലേജ് കൈൻഡ് ഓഫ് ഫീൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മിസ്റ്റി കൈൻഡ് ഓഫ് ഫീൽ ഇങ്ങനത്തെയൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ബനാ ഹിൽസ് ആഡ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം, ഇത് ടൂറിസ്റ്റിയാണ്, നിറയെ ആളുകളുണ്ടാവും, പ്രൈസ് കുറച്ച് ഹൈ ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ വരണം. രാവിലെ വന്നാൽ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പം മറ്റൊരു വിയറ്റ്നാം വിശേഷവും വിയറ്റ്നാമിലെ ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി കാഴ്ചകളായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ ഫ്രം ബനാ ഹിൽസ്, വിയറ്റ്നാം.